ചാലക്കുടി ചന്തയിലെ ആധുനിക മത്സ്യസ്റ്റാൾ നിർമ്മാണം ഇനിയും തുടങ്ങാനായില്ല. പേരിന് കുഴിയെടുത്തതല്ലാതെ ഒരു പ്രവൃത്തികളും നടക്കുന്നില്ലെന്ന് ആക്ഷേപം. 3 കോടി രൂപ ചെലവിൽ തീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ചാലക്കുടി ചന്തയിലെ ആധുനിക മത്സ്യസ്റ്റാളുകളുടെ പ്രഖ്യാപനമുണ്ടായത്. കിഫ്ബിയിൽ നിന്നാണ് നിർമ്മാണത്തിനാവശ്യമായ തുക വകയിരുത്തിയത്. 22 പില്ലറുകളിലായി വൃത്താകൃതിയിലാണ് ആധുനിക മത്സ്യസ്റ്റാളുകളുടെ നിർമ്മാണം. കെട്ടിടത്തിൽ 24 സ്റ്റാളുകളാണ് നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ മധ്യഭാഗത്ത് വാഹനങ്ങൾ എത്തുന്ന തരത്തിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. നിലവിലുള്ള മാർക്കറ്റിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് നിർമ്മാണം. പില്ലറുകൾ സ്ഥാപിക്കാൻ നിലവിലെ കാന മറ്റൊരു സ്ഥലത്തേക്ക് റീറൂട്ട് ചെയ്യേണ്ടതുണ്ട്. പ്രാഥമികമായി നടത്തേണ്ട ആ പ്രവൃത്തികൾ പോലും ഇനിയും പൂർത്തീകരിച്ചിട്ടില്ലെന്നാണ് ആരോപണം. കെട്ടിട നിർമ്മാണത്തിനായി ഇവിടെയുണ്ടായിരുന്ന 16ഓളം പെർമനന്റ് സ്റ്റാളുകൾ ഓണത്തിന് മുമ്പേ പൊളിച്ചു മാറ്റിയിരുന്നു. ഓണക്കച്ചവടം കഴിഞ്ഞ് സ്റ്റാളുകൾ പൊളിക്കാമെന്ന വ്യാപാരികളുടെ അപേക്ഷ പരിഗണിക്കാതെ നഗരസഭാ ചെയർമാൻ അടിയന്തരമായി പൊളിച്ചു നീക്കുകയും ചെയ്തു. ഓണം കഴിയുന്നതോടെ നിർമ്മാണം ആരംഭിക്കുമെന്നായിരുന്നു ചെയർമാന്റെ പ്രഖ്യാപനം. എന്നാൽ ഓണം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണം ആരംഭിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം. നിർമ്മാണത്തിനായി ഷീറ്റ് കൊണ്ട് അടച്ചുകെട്ടിയതും നിർമ്മാണ സാമഗ്രികൾ കൂട്ടിയിട്ടിരിക്കുന്നതും ചന്തയുടെ പ്രവർത്തനത്തിനും ഇവിടെ എത്തുന്നവർക്കും അസൗകര്യമായി. പില്ലറുകൾക്കായി കുഴിയെടുത്തതല്ലാതെ ഒരു പ്രവൃത്തികളും നടക്കുന്നില്ല. നിർമ്മാണം ആരംഭിക്കാൻ നഗരസഭയുടെ ഭാഗത്തുനിന്ന് നടപടികളും ഉണ്ടാകുന്നില്ല. നിർമ്മാണം ആരംഭിക്കാൻ നടപടി സ്വീകരിക്കാത്ത നഗരസഭാ ചെയർമാനെതിരെ വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. മീഡിയ ടൈം, ചാലക്കുടി.